الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അൻ-നിസാ അതിലെ 100-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന പക്ഷം അവന് ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലതകളും ജീവിത വിശാലതകളും അവന് കണ്ടെത്താൻ കഴിയും. ആരെങ്കിലും അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റക്കായി പുറപ്പെടുകയും പിന്നെ മരണം അവനെ പിടികൂടുകയും ചെയ്താൽ തീർച്ചയായും അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമായിരിക്കുന്നു. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഇതിൽ പരാമർശിച്ച വാക്കുകൾ ഹിജ്റയെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ച് നോക്കിയാൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരുപിടി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ പോകുന്നവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശകലനങ്ങൾ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നാം ഇത് ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത് ഹിജ്റയുടെ ഒരു കലണ്ടർ കൂടി നമ്മുടെ ചുമരുകളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഹിജ്റയുടെ 1447-ാമത്തെ വർഷം കഴിഞ്ഞു. 1448-ാമത്തെ വർഷത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഹിജ്റ വർഷവും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് ഓർക്കുക മാത്രമാണ് അല്പസമയം ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം പിന്നിടുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് തിരിഞ്ഞു നോക്കുക, ആത്മപരിശോധന നടത്തുക, പോരായ്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക, കഴിഞ്ഞ ഒരു വർഷം ചെയ്തതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുക, പ്രതിജ്ഞയെടുക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഈ സന്ദർഭത്തിൽ പ്രധാനമായും എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്. കാലചക്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ അതിന്റെ നിയന്താവ്.
ആ നിയന്ത്രണം അനുസരിച്ച് അത് കൃത്യമായി ഒരു പൊട്ടലും പോറലും ഇല്ലാത്ത നിലയിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലചക്രം. സെക്കൻഡുകൾ മിനിറ്റുകളായും, മിനിറ്റുകൾ മണിക്കൂറുകളായും, മണിക്കൂറുകൾ ദിവസങ്ങളായും, ദിവസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും, മാസങ്ങൾ വർഷങ്ങളായും, വർഷങ്ങൾ നൂറ്റാണ്ടുകളായും പിന്നിട്ടു പോവുക എന്നതാണ് അതിന്റെ രൂപം. അതിങ്ങനെ അനുസ്യൂതം ഒരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അതിന്റെ നിയന്താവ് സൃഷ്ടാവായ അല്ലാഹു എങ്ങനെ നിശ്ചയിച്ചുവോ അതുപോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. സലാസുൻ മുത്തവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടരെ വരുന്നതാണ്. അത് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമുമാണ്. റജബ് മുളർ, മുളർ ഗോത്രവുമായി ബന്ധപ്പെടുത്തി പറയാറുള്ളതാണ് റജബ് മാസം. അത് ജുമാദുൽ ഊലയുടെയും ജുമാദുൽ ഉഖ്റയുടെയും ശഅബാന്റെയും ഇടയിൽ വരുന്ന മാസമാണ് റജബ്. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ ഭാഷ്യം. അപ്പം ഇങ്ങനെയുള്ള 4 മാസങ്ങൾ പവിത്രമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലചക്രത്തിന്റെ തിരിച്ചിലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനിടയിൽ ഇത് തന്നെ വിശുദ്ധ ഖുർആനിലും കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ഇതേ വാചകം തന്നെയാണ്. മാസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. അള്ളാഹുവിന്റെ രേഖയിലുള്ളതാണ്. അത് ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അവൻ നിശ്ചയിച്ചതാണ്. അതിൽ 4 മാസങ്ങൾ പവിത്രമായതാണ് എന്ന് അവിടെയും പറയുന്നു. സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനമാണത്. അപ്പൊ ഇവിടൊക്കെ പരാമർശിച്ച ഈ 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്, അഥവാ മുഹറം മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുകയും അള്ളാഹു പവിത്രത നൽകിയതിന് പവിത്രത നൽകുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത്തരം ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ബോധയും ചിന്തയും കാഴ്ചപ്പാടും നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഹിജറയുടെ ഒരു വർഷം മാറി മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷകരമായ ഒരു കാര്യം, കഴിഞ്ഞ ഏതാണ്ട് 100 വർഷങ്ങൾ പിന്നിട്ട് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്, സംഘട്ടനത്തിന്, യുദ്ധത്തിന്, കൊന്നൊടുക്കലുകൾക്ക് അയവ് വരുന്ന ഒരു രൂപം നമുക്ക് ഇന്നലെ മുതൽ കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നടന്ന ഇറാനും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്നൊതുക്കാൻ പറ്റാത്ത നിലയിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും പിടിച്ചുകുലുക്കിയ, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, എറണാകുളം സിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വരെ ബാധിച്ച ഒരു യുദ്ധമായിരുന്നു അത് എന്നെല്ലാവർക്കും അറിയാം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളും ഒപ്പിടലുകളും വ്യവസ്ഥകളും കരാറുകളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇനി അത് വീണ്ടും അത് വരും കടലാസായി മാറാതെ ആ ഒപ്പുകൾക്ക് അതിൻ്റെതായ വില നൽകിക്കൊണ്ട് ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണോ ആ രാജ്യങ്ങൾ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി അവിടെ പശ്ചിമേഷ്യയിലെ സമാധാനവും ലോകത്ത് എവിടെയും സമാധാനവും സംജാതമാകുവാനുള്ള നീക്കങ്ങൾ നടത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു ഹിജറയിലെ 1-ാം മാസമായ മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന്. ഈ ഹിജറ കലണ്ടറും മുഹറം മാസം അതിന്റെ 1-ാമതായിട്ട് വരുന്നതും എങ്ങനെയാണ് ചരിത്രത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ വർഷം എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ആ ഹിജറ വർഷത്തിന്റെ ആരംഭം മുഹറം മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും നന്നായിരിക്കും. കാരണം മുഹറം മാസത്തിന്റെ എല്ലാ പവിത്രതയും മുസ്ലിം ലോകം അംഗീകരിക്കുമ്പോൾ തന്നെ മുഹറം മാസം അല്ലെങ്കിൽ അതിലെ ആദ്യത്തെ 10 ദിവസം ഒന്നിനും പറ്റാത്തതാണ്, കൊള്ളരുതാത്തതാണ്, നഹസിന്റെ നാളുകളാണ് എന്ന്
മുസ്ലിം കലണ്ടറുകളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പൊ ഒരു ഭാഗത്ത് മുഹറത്തിന്റെ പവിത്രതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ, മറുഭാഗത്ത് അത് ഒന്നിനും കൊള്ളാത്ത മാസമാണ്, ദിവസങ്ങളാണ് എന്ന് വരികയാണ് എങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അതൊന്ന് സൂചിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചത്. നമ്മളിപ്പം നമ്മളുടെ ഹിജറ വർഷത്തിന്റെ മാസം എണ്ണി തുടങ്ങുന്നത് മുഹറം മുതലാണ്. ക്രിസ്തു വർഷത്തിന്റെ എണ്ണി തുടങ്ങുന്നത് ജനുവരി മുതലാണ്. അങ്ങനെ ഓരോ വർഷത്തിനും ഓരോ പേരിൽ അറിയപ്പെടുന്ന വർഷത്തിന് അതിൻ്റെതായ പേരുകളുണ്ട്. അപ്പൊ ഈ മുഹറം മാസം വരുന്നത് ഹിജറയുടെ വർഷം എന്നുള്ള നിലയിൽ ഒന്നാമത്തെ മാസം എന്ന നിലയിലാണ്. പക്ഷേ ചരിത്രം നാം പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ നടന്നത് മുഹറം മാസത്തിലല്ല, റബീഉൽ അവ്വലിലാണ്. എന്നാ പിന്നെ റബീഉൽ അവ്വൽ കൊണ്ടല്ലേ അത് തുടങ്ങേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെ സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഏറെയുണ്ട്. അപ്പൊ ഹിജറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വെടിഞ്ഞു പോവുക എന്നാണ്. അതിന്റെ സാക്ഷാൽ വാക്കിന്റെ അർത്ഥം അത് വെടിഞ്ഞു പോവുക, ഉപേക്ഷിച്ചു പോവുക, നാടും വീടും വിട്ടുപോവുക. നാടും വീടും വിട്ടുപോകലും പല രൂപത്തിലുള്ള പോക്കുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഭയാർത്ഥികളായി നാടും വീടും വിട്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നാടും വീടും വിട്ടുപോകാറുണ്ട്. അങ്ങനെ വിട്ടുപോകുന്നതിനൊക്കെ അറബി ഭാഷയിൽ ഹിജറ എന്ന് പറയാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി, അത് ഉൾക്കൊള്ളാൻ വേണ്ടി, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജനിച്ചു വളർന്ന നാടും തൻ്റെതായ എല്ലാം വർജിച്ചുകൊണ്ട് അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് സാങ്കേതികമായ അർത്ഥത്തിൽ ഹിജറ എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് നാം മനസ്സിലാക്കുക. അപ്പൊ ഹിജറ എന്ന് പറയുന്നത് ഒരു വിമോചനത്തിന്റെ പ്രയാണമാണ്. അത് തിന്മകളോടും അധർമ്മങ്ങളോടും അസത്യത്തോടും അതുപോലെ തന്നെ അക്രമപരമായ വ്യവസ്ഥകളോടുമുള്ള വിയോജിപ്പിന്റെ സന്ദേശമാണ്. അങ്ങനെയാണ് ഹിജറയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. കേവലം വീട് വിട്ടുപോയി, നാട് വിട്ടുപോയി എന്ന് പറഞ്ഞ് ഒതുക്കാനുള്ളതല്ലത്, അങ്ങനെ ഒതുക്കപ്പെടേണ്ടതുമല്ല. മഹാനായ ഇമാം അൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി ഈ സന്ദർഭത്തിലുള്ള ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ലൈസത്തിൽ ഹിജറ തർക്കു ദാരിൻ ഫഹസ്. ഹിജറ എന്ന് പറഞ്ഞാൽ വീട് വിട്ടുപോവുക, നാട് വിട്ടുപോവുക എന്ന് മാത്രമല്ല. പിന്നെന്താണ്? ബൽ ഹിയ ഹിജ്റത്തുൽ ളുൽമി വൽ ഫുസൂഖ്. അധർമ്മത്തിൽ നിന്നും അരാജകത്വത്തിൽ നിന്നും തോന്യാസങ്ങളിൽ നിന്നും വിട്ടുപോവുക എന്നുള്ളതാണ്, അസത്യങ്ങളിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളതാണ് ഹിജറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വൈദാ റഅയ്തൽ ബാത്തില യഫ്ശു ഫലാ തകുൻ അനീസൻ ലഹു. ഒരു ബാത്തിലായ കാര്യം, ഹക്കിന് വിരുദ്ധമായി വരുന്ന ഒരു കാര്യം, സത്യത്തിന് വിരുദ്ധമായി വരുന്ന ഒരു കാര്യം നീ കണ്ടു കഴിഞ്ഞാൽ, അത് പ്രചരിക്കുന്നതായിട്ട് നീ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നീ അതിനോട് ഇണങ്ങിച്ചേരുന്നവനാകരുത്. പിന്നെന്ത് വേണം? കാരണം എന്താ? ഫഇന്ന മുജാലസത്തൽ ളാലിമീന ഉബൂദിയ്യത്തുൻ ഖഫിയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്രമങ്ങളോട്, അതുപോലെ തന്നെ അക്രമകാരികളോട്, അസത്യത്തോട്, അധർമ്മകാരികളോട്, അസത്യത്തിന്റെ ആൾക്കാരോട് ഒപ്പം കഴിച്ചുകൂട്ടുക, ഇരിക്കുക, അവരോടൊപ്പം കൂടിക്കഴിയുക എന്നുള്ളത് ഉബൂദിയ്യത്തുൻ ഖഫിയ്യ, അതൊരു രഹസ്യമായ അടിമത്വമാണ് എന്നാണ് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്ര ഗൗരവത്തോടു കൂടിയാണ് ഹിജറ എന്ന വാക്കിനെ ഓരോരുത്തരും നോക്കിക്കാണും. നമുക്ക് സാധാരണ ഹിജറ വർഷം പിറക്കുമ്പോൾ ഹിജറയെ കുറിച്ച് കേൾക്കും, റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്ന് പറയും. ഇതൊക്കെ നമ്മൾ അതിലങ്ങനെ അങ്ങോട്ട് ഒതുങ്ങി പോവുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ചിന്തകന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. തന്നെയുമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ എന്ന് പറയുന്നത്, റസൂലിന്റെ അനുയായികളുടെ ഹിജറ എന്ന് പറയുന്നത് കേവലം മദീനയിലേക്ക് മാത്രമുള്ള ഹിജറയല്ല. മറ്റു പ്രവാചകന്മാരും ഹിജറ പോയിട്ടുണ്ട്. മിക്ക സഹാബികളും ആദർശ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടുപോയിട്ടുണ്ട്. ഇബ്രാഹിം നബി പോയിട്ടുണ്ട്, ചരിത്രം അറിയാം. മൂസാ നബി പോയിട്ടുണ്ട്, ചരിത്രം അറിയാം. അപ്പൊ ഇതൊക്കെ പ്രവാചകന്മാരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനവുമായി ബന്ധപ്പെട്ട് അത് പറയാനും പ്രഖ്യാപിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാതെ വരുമ്പോൾ
ആ സ്വാതന്ത്ര്യമുള്ളിടത്തേക്ക് പോകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശം തേടിപ്പോവുക എന്നുള്ളത് മിക്ക പ്രവാചകന്മാരുടെ ചരിത്രത്തിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചരിത്രത്തിലുണ്ട്. മുഹമ്മദ് നബിയും അനുയായികളും ഒരുമിച്ച് ഹിജ്റ പോയത് യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്കാണ്. അത് കറക്റ്റാണ് പറയുന്നതിൽ യാതൊരു സംശയമില്ല. നബിയും സഹാബത്ത് ഒരുമിച്ച് പോയത്. അതിനു മുമ്പ് 2 ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. അനുയായികൾ സഹാബത്ത് മാത്രം അബസീനിയയിലേക്ക് 2 പ്രാവശ്യം ഹിജ്റ പോയിട്ടുണ്ട്. ചരിത്രമൊന്നും പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം ആയിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയും തനിക്ക് താങ്ങും തണലുമായി വർത്തിച്ച അബൂ താലിബും മരണപ്പെട്ടതിന് ശേഷം തന്റെ മാതാവിന്റെ കുടുംബത്തിലുള്ള ആളുകൾ പാർക്കുന്ന സ്ഥലം എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം തായിഫിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ആ ഹിജ്റയിൽ പ്രവാചകൻ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമാണ് സംഭവിച്ചത്. സഹായിക്കുമെന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോൾ ആട്ടി ഓടിക്കുകയും കല്ലെറിഞ്ഞാട്ടുകയും പ്രവാചകന്റെ തിരുശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകയും ബോധരഹിതനായി വീഴുകയും ഒക്കെ ചെയ്ത സംഭവമാണ് തായിഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഈ ആദർശ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്ലാൻഡോടുകൂടി വളരെ ആസൂത്രിതമായ നിലയിൽ പോയ ഹിജ്റയാണ് മദീന ഹിജ്റ. ഒരു കാര്യം കൂടി, മദീനയ്ക്ക് അന്ന് മദീന എന്ന പേരില്ല, യസ്രിബ് എന്ന പേരായിരുന്നു. യസ്രിബ് മദീനയായി മാറിയത് പ്രവാചകൻ അവിടെ എത്തിയതിനു ശേഷം റസൂലിന്റെ പട്ടണം എന്ന നിലയിൽ മദീനത്തുർ റസൂൽ എന്ന് പേര് കൊടുത്ത് അവസാനം മദീനയായി. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഒക്കെ മക്ക പറഞ്ഞ ഉടനെ മദീന പറയുന്നത്. അപ്പൊ ആ യസ്രിബിലേക്കുള്ള ഹിജ്റക്ക് മുമ്പ് ഒരുപാട് ഒരുക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട്. ചരിത്രം വിശുദ്ധ ഖുർആനൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുന്ന ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെൽ പ്ലാൻഡ് ആയിട്ട് ഖുറൈശികൾ പ്രവാചകനെയും അനുയായികളെയും ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യാനും നശിപ്പിച്ചു കളയാനുമുള്ള ഗൂഢാലോചന നടത്തി ദാർനദവയിൽ യോഗം ചേർന്ന് തീരുമാനിച്ച് അവിടെ വെച്ച് അവരെടുത്ത തീരുമാനങ്ങൾ ഒന്നുകിൽ മുഹമ്മദിനെ ബന്ധനസ്ഥനാക്കുക, അല്ലെങ്കിൽ മുഹമ്മദിനെ കൊല്ലുക, അതല്ലെങ്കിൽ നാട് കടത്തുക. ഈ 2 കാര്യങ്ങളോട് അവർ യോജിച്ചില്ല കൂടിയാലോചനയിൽ. ഏത്? നാട് കടത്തിയാൽ മുഹമ്മദ് ഏത് നാട്ടിലെത്തുന്നുവോ ആ നാട്ടിൽ ആൾക്കാരെ അവന്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് അവന്റെ കൂടെ കൂട്ടി നമ്മളെ എതിർക്കും. അതുകൊണ്ട് അത് വേണ്ട. ബന്ധനസ്ഥനാക്കിയാലോ അവന്റെ അനുയായികൾ സംഘടിച്ച് അവനെ മോചിപ്പിക്കും. അതുകൊണ്ട് അതും വേണ്ട. പിന്നെന്ത് വേണം? ഖുറൈശികളിൽപ്പെട്ട എല്ലാ ഗോത്രങ്ങളിലെയും ആളുകളിൽ നിന്ന് ഓരോ ചെറുപ്പക്കാരും ഓരോ വാളുമായി നിന്ന് ഒറ്റ വെട്ടിന് മുഹമ്മദിന്റെ കഥ കഴിക്കുക എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ ഓരോരുത്തരെയായിട്ട് ഹിജ്റ ഒരാളും പിന്നെ സഹാബികളൊക്കെ ഈ ഖുറൈശികളുടെ പിടിയിൽപ്പെടാതെ ശ്രദ്ധാപൂർവമാണ് പോകുന്നത്. നമ്മുടെ നബിയുടെ ഹിജ്റയെ സംബന്ധിച്ച് ഒരു ഒളിച്ചോട്ടം എന്ന നിലയിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഒളിച്ചോട്ടമല്ല. മറിച്ച് ആരാണോ പ്രവാചകനെ കൊല്ലാൻ കാവൽ നിൽക്കുന്നത് ആ കാവൽ നിൽക്കുന്നവരുടെ മുമ്പിലൂടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയെന്ന് ചരിത്രം സാക്ഷിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തു. അനുചരന്മാരെ കുറെ പേരെ പറഞ്ഞു വിട്ടു. അനുചരന്മാര് പോകുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്. ചരിത്രം നമുക്കറിയാം. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, റോംകാരനാണ്. അദ്ദേഹം മക്കയിലെത്തി പ്രവാചകനോടൊപ്പം വിശ്വാസിയായി. എന്നിട്ട് കയ്യിലൊന്നുമില്ലാതെ വന്ന സുഹൈബ് അവിടെ കച്ചവടം നടത്തി ഒരുപാട് സമ്പത്തുണ്ടാക്കി. ആ സമ്പത്തുമായിട്ടാണ് യസ്രിബിലേക്ക് സന്തോഷപൂർവ്വം പുറപ്പെടുന്നത്. വിവരമറിഞ്ഞ ഖുറൈശികൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സുഹൈബെ, കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാത്ത നിലയിലാണ് നീ ഇവിടെ വന്നത്. ഇപ്പോൾ നീ ഉണ്ടാക്കിയത് മുഴുവനും ഈ മക്കയിൽ നിന്നാണ് കച്ചവടം ചെയ്ത് ഞങ്ങൾ വാങ്ങി വിറ്റ് അങ്ങനെ നിനക്ക് പണമുണ്ടായതാണ്. ഈ പണവും കൊണ്ട് നിനക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരൊറ്റ സംഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ. അപ്പൊ സുഹൈബ് ചോദിച്ചു, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ ആദർശം മതി, ഞാൻ പോയിക്കോട്ടെ.
അത്ര നിർബന്ധമാണെങ്കിൽ നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ ശരീരവുമായി പോയിക്കോ, അതിന് ഞങ്ങൾ അനുവാദം തരാം. അങ്ങനെ പോയവരാണ് സഹാബികൾ എന്ന് തിരിച്ചറിയുക. ആ പോക്കിന്റെയും അവിടെ ചെന്ന് സംഘടിച്ചതിന്റെയും പിന്നീട് ആരാണോ തുരത്തിയത് അവരുടെ നേരെ വന്ന് അവർ ഇവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നതിന്റെയും ചരിത്രമാണ് ഹിജ്റ. ഒരിക്കലും ഒളിച്ചോട്ടമല്ല. അതല്ലേ നമുക്ക് ഹിജ്റ പറഞ്ഞു തരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞ് ഏതായിരുന്നാലും എന്താണ് അവർ തന്ത്രം ആവിഷ്കരിക്കുകയാണ്. അപ്പൊ പ്രവാചകനെ രക്ഷിക്കുക എന്ന തന്ത്രം ആരാവിഷ്കരിക്കണം? മുഹമ്മദ് നബി അല്ല, അള്ളാഹു ആവിഷ്കരിക്കണം. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു ആണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഒരു പ്ലാൻ ചെയ്തത്, ആദ്യം തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖിനെ ഒപ്പം നിർത്തി, പോകാൻ അനുവദിച്ചില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഹിജ്റയുടെ പ്രതിഫലം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയപ്പാടിൽ റസൂലിന്റെ അടുക്കൽ പല ആവർത്തി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഒപ്പം ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടാകും, ആ കൂട്ടുകാരനോടൊപ്പം നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി ആ നല്ല കൂട്ടുകാരൻ നബി ആയിരിക്കുമെന്ന്. സന്തോഷമായി. അങ്ങനെ ഒപ്പം ഒരാളിനെ നിർത്തി. അതിനുശേഷം വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ കിടന്നുറങ്ങുന്ന വിരിപ്പിൽ കിടത്തി. കാരണം ഖുറൈശികൾ വാളുമായിട്ട് നിൽക്കുക. 40 പേരുണ്ട്, 40 വാളുമുണ്ട്, ഒരേപോലെ വീഴുക. അപ്പൊ അവിടെ കിടത്തിയിട്ട് അവരുടെ മുമ്പിലൂടെ തന്നെ പോയി. അതൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തിയാണ്, അള്ളാഹുവിന്റെ മഹത്തായ തന്ത്രമാണ്. അതൊക്കെ ഒരുപാട് ചരിത്രത്തിൽ പല രംഗങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പം അത് മറ്റൊരു പ്ലാൻ. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു വഴികാട്ടിയെ സ്വീകരിക്കണം. പോകാൻ വഴി അറിയില്ല, മദീനയിൽ അങ്ങനെ പോയിട്ട് പരിചയമില്ല, യത്രിബിലേക്ക്. ഒരു നല്ല വഴികാട്ടി വേണം. തന്നെയുമല്ല, ആ വഴികാട്ടി ഖുറൈശികളുടെ മുന്നിൽ പെടുത്താതെ തന്ത്രപരമായി കൊണ്ടുപോകണം. അതിനൊരു വഴികാട്ടിയെ കണ്ടെത്തി. ആ വഴികാട്ടി അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ആളാണ്. ശുദ്ധ മുശ്രിക്ക്, മുവഹിദായിരുന്നില്ല. ഇന്ത്യ പോലെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ പാഠങ്ങളുണ്ട്, അതിലേക്കൊന്നും പോവുകയല്ല ഞാൻ. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ട പ്രവാചകൻ വഴികാട്ടിയായി നിശ്ചയിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യനെ ഒന്ന് ഭയപ്പെടാമല്ലോ. ആ മനുഷ്യൻ വഞ്ചിച്ചേറെങ്കിലും വഴികാട്ടി വഴി മാറ്റി കൊണ്ടുപോയി ഖുറൈശികളുടെ മുന്നിലൊക്കെ കൊണ്ടുകൊടുത്തു പോകുമോ എന്നൊക്കെയുള്ള ഭയപ്പാടിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ആ ഭയപ്പാടിന് സാധ്യതയില്ല. കാരണം എന്താ? തികഞ്ഞ ഈമാനും തവക്കുലും ഉള്ളവരായിരുന്നു അവർ, ഞാനും നിങ്ങളുമല്ല. ആ തവക്കുലാണ് അതാ കാണുന്നത്. അദ്ദേഹം ഒരിക്കലും കൊണ്ടുപോയി ഖുറൈശികളുടെ മുമ്പിൽ ഇട്ടു കൊടുക്കൂല. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പാണ് തവക്കുൽ. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം നേരെ അങ്ങ് പോയാൽ ഖുറൈശികൾ പിടികൂടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് വേണം? ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുക. അതിനൊരു ഗുഹ നിശ്ചയിച്ചു, അതാണ് സൗർ ഗുഹ. 3 ദിവസത്തോളം അതിന്റെ ഉള്ളിൽ ഇരുന്നു. അവിടെ പട്ടിണി കിടക്കാൻ പറ്റില്ല, ഭക്ഷണം വേണം. അതിന് ആൾക്കാരെ ഏർപ്പാട് ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണവുമായി എത്തും. ഇവിടെ ഖുറൈശികളുടെ വിവരങ്ങൾ അറിയണം. അതിനൊരു ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ആള് വേണം. നിശ്ചയിച്ചു. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനെ. പിന്നെ അവിടെ നിന്നിറങ്ങൽ മാത്രമല്ല, അസ്മാ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണവുമായി വരുമ്പോഴും, ഇങ്ങനെയുള്ള രഹസ്യ വിവരം നൽകാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ വരുമ്പോഴും ഒക്കെ ഖുറൈശികൾ ഇവര് നടന്നു വരുന്ന വഴിയുണ്ട്. ഇന്നത്തെ മാതിരി അല്ലല്ലോ, കാൽപ്പാടുകൾ കാണും. അത് മായ്ക്കാൻ വേണ്ടി ആട്ടിടയനെ നിശ്ചയിച്ചു. ആടുകളുമായി അതിന്റെ പിന്നാലെ നടന്നുപോയി. അപ്പൊ ആടുകളുടെ പാദങ്ങളാണ് ഉണ്ടായത്. ഇങ്ങനെ പലതും ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുരക്ഷിതമായി യസ്രിബിലെത്തുന്നത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. വാക്യങ്ങളൊക്കെ കേൾക്കുന്നതും അറിയുന്നതും വായിക്കുന്നതുമാണ്.
അവിടെ എത്തിയത് ഈ റബീഉൽ അവ്വൽ മാസം, ഈ സംഭവം ഉണ്ടായത് റബീഉൽ അവ്വൽ മാസമാണ്. അതിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഇത് ഉണ്ടാക്കിയതെന്ന് ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ആരാണ്? പ്രവാചകൻ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ 10 വർഷത്തെ ഖിലാഫത്ത് കാലത്താണ് ഇസ്ലാമിക ചക്രവാളം വികസിച്ചത്. യൂറോപ്പ് പിന്നെ റോമിലേക്ക്, പേർഷ്യയിലേക്ക്, പല സ്ഥലങ്ങളിലേക്കും ഇസ്ലാം വികസിച്ചതും ഒരുപാട് അനുയായികൾ ഉണ്ടായിത്തീർന്നതും അക്കാലത്താണ്. അങ്ങനെ ഒരുപാട് പ്രവിശ്യകളിലേക്ക് അമീറന്മാരെ നിയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഗവർണർമാരെ നിയോഗിക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു ഗവർണറായിരുന്നു മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു. എന്താ കത്ത് എന്നറിയോ? പല സ്ഥലങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും കത്തയക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കത്തിലും തീയതിയില്ല. അതുകൊണ്ട് ഏത് കത്താണ് ആദ്യം അയച്ചത്, ഏത് കത്താണ് പിന്നെ വന്നതെന്ന് അറിയാൻ നിർവാഹമില്ല. ഇതിനൊരു പരിഹാരം അങ്ങ് ഉണ്ടാക്കി തരണം. ഈ ഒരു നിർദ്ദേശം വന്നപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ശൂറ അംഗങ്ങളെ വിളിച്ചു കൂട്ടി. എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്നു. ഇപ്പൊ പല അഭിപ്രായങ്ങൾ വന്നു. ചിലര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട്, ജന്മദിനം കൊണ്ട് നമുക്ക് തുടങ്ങാം. അത് തിരസ്കരിക്കപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു പ്രവാചകന്റെ വഫാത്ത് കൊണ്ട് തുടങ്ങാം. അതും തിരസ്കരിക്കപ്പെട്ടു. ഇത് 2 റബീഉൽ അവ്വലിലാണ് നടന്നതെന്ന് ഓർമ്മ വേണം. അപ്പൊ നബി സല്ലല്ലാഹു എന്നാ പിന്നെ പ്രവാചകന് നുബുവത്ത് കിട്ടിയത് എന്നാണോ അന്ന് കൊണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്ന കൂട്ടത്തിൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിജ്റ കൊണ്ട് തുടങ്ങാം. ഇത് കേട്ട ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, അൽ ഹിജ്റത്തു ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഹിജ്റ എന്ന് പറയുന്നത് ഹഖും ബാത്തിലും തമ്മിൽ വേർതിരിച്ച സംഭവമാണ്. അതുകൊണ്ട് അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹിജ്റ വർഷം എന്നുള്ള ആ കലണ്ടറിലേക്ക് വരുന്ന ഹിജ്റയുടെ കലണ്ടർ വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏത് മാസം കൊണ്ട് തുടങ്ങണം ചർച്ചയായി. അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായി. അവസാനം അതുമായി ബന്ധപ്പെട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട്, വളരെ ശ്രദ്ധേയമാണത്. അദ്ദേഹം പറഞ്ഞു, റബീഉൽ അവ്വലിലാണ് ഈ സംഭവം ഉണ്ടായത്, പക്ഷെ അത് മുഹറം മാസത്തിലേക്ക് മാറ്റി. എന്താ മാറ്റാൻ കാരണം? ഈ ഹിജ്റ പോകാനുള്ള തീരുമാനമുണ്ടാകുന്നതും ചർച്ച നടക്കുന്നതും ഔസ് ഖസ്റജ് ഗോത്രക്കാര് പ്രവാചകന്റെ അടുക്കൽ ഹജ്ജിന് വന്നപ്പോൾ രഹസ്യമായി സംഭാഷണം നടത്തുന്നതും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി യഥ്രിബിലേക്ക് അയക്കുന്നതും, ആദ്യം 6 പേരുണ്ടായിരുന്നവർ 73 പേരായി മാറുകയും ആ 73 പേർ അഖബ ഉടമ്പടിയുടെ 2ാമത്തെ ഘട്ടത്തിൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട്, അങ്ങ് അവിടെ വന്നാൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, ജീവൻ കൊടുത്ത് ഞങ്ങൾ അങ്ങയെയും അനുയായികളെയും സംരക്ഷിക്കും, പോന്നോളൂ യഥ്രിബിലേക്ക് എന്ന് റസൂലിനെ സ്വാഗതം ചെയ്തു. അവർ ആ സ്വാഗത വാക്കാണ്, ആ മുന്നൊരുക്കമാണ്. എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോഴേക്കും ഒരു മുന്നാലോചനയുമില്ലാതെ എടുത്തു ചാടി ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുക. നോക്ക് നിങ്ങൾ, ഹിജ്റയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അങ്ങനെ ഇബ്നു ഹജർ പറയുകയാണ്, അപ്പം ഈ സംഭവം ഇങ്ങനെ നടന്നു. ഏത് ദുൽഹജ്ജ് മാസത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്, അഖബ ഉടമ്പടി നടക്കുന്നത്. പിന്നെ അടുത്ത മാസം ഉദയം ചെയ്യുന്നത് മുഹറമാണ്. അപ്പൊ ആ മുഹറം കൊണ്ട് തുടങ്ങലാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന കാഴ്ചപ്പാടിലേക്ക് വരികയും മുഹറം മാസം കൊണ്ട് ഹിജ്റ വർഷം തുടങ്ങുന്ന തീരുമാനമെടുക്കുകയും അങ്ങനെ മുഹറം മുതൽ ദുൽഹജ്ജ് വരെ 12 മാസങ്ങൾ എണ്ണി നമ്മൾ പോവുകയും ചെയ്യുന്നു. ഇവിടെ ഒറ്റ കാര്യം കൂടി, അതെന്താ? മുഹറം മാസം നഹ്സിന്റെ മാസമാണ്. കല്യാണത്തിന് പറ്റൂല, നല്ല വീടുണ്ടാക്കിയാൽ വീടിൽ കയറി താമസിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. അന്ധവിശ്വാസങ്ങളുടെ ബലിയാടുകൾ. ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവനും ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ഷിയാക്കളാണ്, ഷീയിസമാണത്. ഷീയിസം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയ്ക്ക് യോജിച്ചതല്ല. അപ്പൊ നഹ്സ് എന്ന് പറയുന്ന ചിന്ത അഹ്ലുസുന്നത്തിന്റെ അഖീദയല്ല, അത് ഷീയിസത്തിന്റെയാണ്. അതിന് കാരണം എന്താണ് എന്ന് അതുമായി ബന്ധപ്പെടുന്ന ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ജീവനുണ്ടെങ്കിൽ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വിശദീകരിക്കാം. ഇപ്പൊ സമയക്കുറവുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ്.
അപ്പം ആ നിലയില് ഉണ്ടായ ഒരു ഇതാണ്, അതിനെയാണ് നമ്മൾ ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നഹിസാണെന്ന് ഒന്നിനും പറ്റാത്താന്ന് പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒട്ടും ബോധമില്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് ഒട്ടും ബോധമില്ലേ? അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സഹാബാ കിറാമിന് ബോധമില്ലേ? മുഹറം മാസം നഹസിന്റെ മാസമാണെങ്കിൽ, മുഹറം 1 മുതൽ 10 വരെ കൊള്ളരുതാത്ത ദിവസമാണെങ്കിൽ, അതുകൊണ്ട് എങ്ങനെ ഒരു വർഷം തുടങ്ങാൻ തീരുമാനിക്കുക? അവർക്ക് ബുദ്ധിയില്ലാത്തവരായിരുന്നുവോ? അതല്ലെങ്കിൽ നഹസുള്ള ദിവസം കൊണ്ട് തുടങ്ങട്ടെ ഒരു വർഷം എന്ന് തീരുമാനിക്കുകയായിരുന്നു അവർ ചെയ്തത്? മനുഷ്യൻ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? ഇതാണ് അതിന്റെ കാരണമെന്ന് നാം തിരിച്ചറിയുക. അപ്പൊ മുഹറം മാസം കൊണ്ട് അത് ആരംഭിച്ചു. ആ മുഹറം മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പം ആ നിലയില് ആ മുഹറം മാസത്തിന്റെ പവിത്രത എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റി മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഈ നാളുകളെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അപ്പൊ ഹിജ്റ എന്ന് പറയുന്നത് നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയുടെ ഈ വിമോചനത്തിന്റെയും പുലരിയിലേക്ക് ചുവടുവെക്കലാണ് ഹിജ്റ. അതുപോലെ തന്നെ മർദ്ദിതരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും എത്ര കാലം കഴിഞ്ഞാലും എന്നുള്ളതിന്റെ വ്യക്തമായ നിദർശനമാണ് ഹിജ്റ. അതുപോലെ തന്നെ സർവസന്നാഹങ്ങളോടെയും ഏത് ശത്രു വന്നാലും ഈമാനും തഖ്വയും തവക്കുലും ഉണ്ട് എങ്കിൽ അതിനെ അതിജയിക്കാൻ കഴിയും. അതിജീവനത്തിന്റെ സന്ദേശമാണ് ഹിജ്റ. അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ, അത് അടിയറവ് പറയാതെ മുന്നോട്ട് എന്ന് നമുക്ക് പ്രചോദനം നൽകുന്ന സന്ദേശമാണ് ഹിജ്റ. അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ ഹിജ്റയുടെ പ്രാധാന്യം അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ആ ഹിജ്റ ഉണ്ടാവുകയും പ്രവാചകനും അനുയായികളും തിരിച്ചു വന്ന് മക്ക ജയിച്ചടക്കുകയും ചെയ്യുക എന്നത് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനൊന്നും ആകുമായിരുന്നില്ല. അത്ര വലിയ കാര്യമാണ് ഹിജ്റ എന്നുള്ളത് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഈ മുഹറം മാസത്തിൽ നമുക്കുള്ള ഒരു പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം മുഹറം 10 ആശൂറ ദിവസത്തെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുമ്പോൾ ഖുറൈശികൾ നോമ്പ് പിടിച്ചിരുന്നു. മുഹറം 10 റസൂലും പിടിച്ചിരുന്നു. മദീനയിലെത്തുമ്പോൾ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പിടിക്കുന്നതായിട്ട് കണ്ടു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ നിർബന്ധമായി നബിയും അനുചരന്മാരും നോമ്പ് അനുഷ്ഠിച്ച ദിവസമാണ് മുഹറം 10. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇനി ഇഷ്ടമുള്ളവർ പിടിച്ചോ അല്ലാത്തവർ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് സുന്നത്തായി മാറി. അപ്പൊ അത്ര ശ്രേഷ്ഠതയുള്ളതാണ് മുഹറം 10ന്റെ നോമ്പ്. അത് നമ്മൾ പാഴാക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ താസുഅ, മുഹറം 10 ആശൂറ എന്നാണ് പറയുക. മുഹറം 9 താസുഅ എന്നാണ് പറയുക. താസുഅന്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചിട്ടില്ല. പക്ഷേ ഈ ആശുറാന്റെ നോമ്പ് എല്ലാവരും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ റസൂലിനോട് പരാതി പറഞ്ഞത് അവരൊക്കെ ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഒരു വാചകം പറഞ്ഞു. കാരണം അത്രയേറെ ശത്രുത ജൂതന്മാരിൽ നിന്ന് സഹാബത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. വഞ്ചനയുടെയും ചതിയുടെയും ആൾക്കാരാണല്ലോ അവർ. അതിന്റെ ആഴം എത്തിക്കഴിഞ്ഞപ്പോൾ റസൂലിനോട് പറഞ്ഞു അവര് പിടിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ 9 അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് താസുഅ വരുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവൃത്തി പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് വരെ സുന്നത്താണ് എന്നുള്ള നിലയിൽ താസുഅഉം സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. ആശൂറ നോമ്പിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് ഒറ്റ ദിവസത്തെ നോമ്പ്, മുഹറം 10ന്റെ നോമ്പ്. അത്ര ശ്രേഷ്ഠതയുണ്ടെന്ന് തിരിച്ചറിയുക.
അപ്പം 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഈ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറം മാസത്തിന്റെ പവിത്രത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ താസുആവും ആശൂറാവും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കി കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളിൽ നിന്ന് മുക്തരായി സന്തോഷവാന്മാരും സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളുമായി തീരുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ മരണ നിമിത്തം ആ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങളെ അതിജയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമായതിനു ശേഷം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ വിഷമങ്ങൾ അകറ്റി കൊടുക്കുമാറാകട്ടെ. വേദനകൾ ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഷിഗല്ല എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതുവരെയുള്ള വലിയ വലിയ മാരികൾ, വലിയ വലിയ രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ രംഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. വൃത്തി, അതുപോലെ തന്നെ ശുദ്ധീകരണം തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീട് പരിസരം എല്ലാം അത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. നമ്മുടെ പള്ളികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികളുടെ മൂത്രപ്പുരകൾ ഉൾപ്പെടെ എല്ലാം വളരെ ക്ലീനായി നന്നാക്കി പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആരിൽ നിന്ന് എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റബ്ബിനോട് അകമഴുകി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം ബാധിച്ച സഹോദരിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ നാടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.